ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ത്രൂ ദി ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഓഷ്യൻ, റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ്, സ്പ്രിങ്സ്, ബാക്ക് വാട്ടേഴ്സ്, റിസർവോയേഴ്സ് ആൻഡ് വെൽസ് ആർ ദി സോഴ്സസ് ഓഫ് വാട്ടർ. സമുദ്രങ്ങളും നദികളും തടാകങ്ങളും ചാലുകളും ഉറവകളും കായലുകളും ജലാശയങ്ങളും കിണറുകളും ഒക്കെയാണ് ജലത്തിൻ്റെ പ്രധാന സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു സർഫസ് വാട്ടർ സോഴ്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. അപ്പോൾ വാട്ടർ സോഴ്സിന് നമുക്ക് സർഫസ് വാട്ടർ സോഴ്സ് എന്നും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് എന്നും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഉപരിതല ജലസ്രോതസ്സുകളിൽ നിന്നും ഭൂഗർഭ ജലസ്രോതസ്സുകളായിട്ട് രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് സർഫസ് വാട്ടർ സോഴ്സ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. സർഫസ് വാട്ടർ സോഴ്സ് ആർ റിവേഴ്സ്, ലേക്സ് ആൻഡ് ഓഷ്യൻസ്. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ആർ സ്പ്രിങ്, വെൽ ആൻഡ് ബോർവെൽ. അപ്പം നദികളും തടാകങ്ങളും സമുദ്രങ്ങളും ഒക്കെയാണ് ഇത് സർഫസ് വാട്ടർ സോഴ്സസ്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് ഏതൊക്കെയാണ്? ഭൂഗർഭ ജലസ്രോതസ്സുകളാണ് ഏതൊക്കെ? ഉറവ, കിണർ, ബോർവെല്ല്, അതൊക്കെ. അടുത്തത് വാട്ട് ആർ ദി വാട്ടർ സോഴ്സസ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ്? നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. സ്പ്രിങ്, വെല്ല്, റിവർ, ലേക്ക് ആൻഡ് ബോർവെൽ ആർ യൂസ്ഡ് ഫോർ ഡെയിലി നീഡ്സ്. സ്പ്രിങ്ങും വെല്ലും റിവറും ലേക്കും ബോർവെല്ലും ഒക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ നിത്യ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഇൻസ്പൈറ്റ് ഓഫ് കണ്ടിന്യൂസ് യൂസ് വൈ ഡസ് ഇൻ വാട്ടർ റൺ ഔട്ട്? അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് വെള്ളം തീർന്നു പോവാത്തത് എന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ഡസ് നോട്ട് റൺ ഔട്ട് ബിക്കോസ് ഇറ്റ് കണ്ടിന്യൂസ്ലി സർക്കുലേറ്റ് ത്രൂ ദി വാട്ടർ സൈക്കിൾ. വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകില്ല. കാരണം എന്താണ്? അത് വാട്ടർ സൈക്കിൾ വഴി അതെന്ത് ചെയ്യുന്നുണ്ട്? സർക്കുലേറ്റ് തുടർച്ചയായിട്ട് അത് സഞ്ചരിക്കുന്നുണ്ട്, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് വാട്ടർ സൈക്കിൾ ആൻഡ് ഹൈഡ്രോസ്ഫിയർ എന്നുള്ള ടോപ്പിക് എന്നാണ്. വാട്ട് ഈസ് വാട്ടർ സൈക്കിൾ? എന്താണ് വാട്ടർ സൈക്കിൾ? ദി വാട്ടർ സൈക്കിൾ ഈസ് ദി കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഓൺ എർത്ത് below the surface and in the atmosphere through evaporation, condensation and precipitation. ആവീകരണം, ഘനീകരണം, വർഷണം എന്നീ ഘട്ടങ്ങളിലൂടെ ഭൂമിയിലും ഭൂഗർഭത്തിലും അന്തരീക്ഷത്തിലും ജലം തുടർച്ചയായി സഞ്ചരിക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? ജലചക്രം അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫൈൻ ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. ഇവാപ്പറേഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹീറ്റ്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവീകരണം. ആവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടിൻ്റെ സഹായത്തോടെ ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ആവീകരണം എന്ന് പറയുന്നത്. അടുത്തതാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഘനീകരണം. ഘനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസേഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ കൂൾ ആൻഡ് ചേഞ്ച് ഇൻ ടു വാട്ടർ. അതായത് ജലവാതകം തണുത്ത് വീണ്ടും ദ്രാവകമായ ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം. അടുത്തതാണ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫാൾസ് ടു എർത്ത് ആസ് റെയിൻ, സ്നോ ഓർ ഹെയിൽ സ്റ്റോൺസ്. മേഘങ്ങളിൽ നിന്നുള്ള ജലം മഴ, മഞ്ഞ്, ആലിപ്പയം എന്നിവയായി ഭൂമിയിലേക്ക് വീഴുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലിപ്പഴം. അടുത്തതാണ് വാട്ട് ഈസ് ദി ഹൈഡ്രോസ്ഫിയർ? എന്താണ് ഹൈഡ്രോസ്ഫിയർ എന്നാണ് ചോദിക്കുന്നത്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ജലമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദി ഹൈഡ്രോസ്ഫിയർ ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഓൺ എർത്ത് സർഫസ്, അണ്ടർഗ്രൗണ്ട് ആൻഡ് ഇൻ അറ്റ്മോസ്ഫിയർ ഇൻ ഓൾ 3 സ്റ്റേറ്റ്. ഭൂമിയുടെ ഒരു ഉപരിതലത്തിലും ഭൂഗർഭത്തിലും അന്തരീക്ഷത്തിലും ഘന, ദ്രാവക, വാതക അവസ്ഥകളിലായി ഉള്ള എല്ലാ ജലത്തിൻ്റെ മൊത്തം അളവിനെയാണ് എന്ത് പറയുന്നത്? ജലമണ്ഡലം, അതായത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഭൂമിയിലുള്ള മൊത്തം വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓൺ എർത്ത് എന്ന് പറഞ്ഞ ടോപ്പിക് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ എർത്ത്? എങ്ങനെയാണ് ഭൂമിയിൽ വെള്ളം
ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? 97% ഓഫ് എർത്ത് വാട്ടർ ഈസ് സലൈൻ വാട്ടർ ആൻഡ് ഓൺലി 3% ഈസ് ഫ്രഷ് വാട്ടർ. ഭൂമിയിലെ ജലത്തിൻ്റെ 97% ഉപ്പുവെള്ളമാണ്, 3% മാത്രമാണ് ശുദ്ധജലം. ഈ ശുദ്ധജലത്തിൽ വലിയൊരു ഭാഗം ഹിമാനികളിലും ഐസ് ഷീറ്റുകളിലുമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ഫ്രഷ് വാട്ടർ ഈസ് ഫ്രോസൺ ഇൻ ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേസിയേഴ്സ്. അടുത്തത് ഓഷ്യൻ എന്നുള്ള ടോപ്പിക് എന്നാണ്. വൈ ആർ ഓഷ്യൻസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഓഷ്യൻ ഇമ്പോർട്ടൻ്റ് ആയത്? ഓഷ്യൻസ് റെഗുലേറ്റ് ക്ലൈമറ്റ്, സപ്പോർട്ട് മറൈൻ ലൈഫ്, പ്രൊവൈഡ് റിസോഴ്സസ്, ഹെൽപ്പ് കൺട്രോൾ ക്ലൈമറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഓക്സിജൻ. സമുദ്രങ്ങൾ കാലാവസ്ഥ നിയന്ത്രിക്കുന്നു, സമുദ്രജീവികളെ സംരക്ഷിക്കുന്നു, മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നു, കാലാവസ്ഥ സമതുലിതമാക്കുന്നു, ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് വാട്ട് ഈസ് ഓഷ്യാനോഗ്രഫി? ഓഷ്യാനോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻ. ഓഷ്യനെ കുറിച്ചിട്ട് ശാസ്ത്രീയമായി പഠിക്കുന്നതിനെയാണ് ഓഷ്യാനോഗ്രഫി എന്ന് പറയുന്നത്. അത് വാട്ട് ആർ സീ, ബേ ആൻഡ് സ്ട്രെയിറ്റ്. സീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പാർട്ട് ഓഫ് ഓഷ്യൻ പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ്. ഭൂഭാഗം ഭാഗികമായി ചുറ്റപ്പെട്ട സമുദ്രമാണ് എന്ത്? കടൽ അല്ലെങ്കിൽ സീ. ഇനി അടുത്തത് ബേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പാർട്ട് ഓഫ് ഓഷ്യൻ എക്സ്റ്റെൻഡിങ് ഇൻ ടു ലാൻഡ്. സമുദ്രം കരയിലേക്ക് കയറിയ ഭാഗമാണ് ഉൾക്കടൽ. അടുത്തത് എ സ്ട്രെയിറ്റ് ഈസ് എ നാരോ വാട്ടർ ബോഡി കണക്റ്റിംഗ് ടു സീസ് ഓർ ഓഷ്യൻസ്. അപ്പോൾ കടലിടുക്കാണ് എന്ത്? സ്ട്രെയിറ്റ്. രണ്ട് കടലുകളെയോ അല്ലെങ്കിൽ സമുദ്രങ്ങളെയോ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഇത് കടലിടുക്ക് എന്ന് പറയുന്നത്. അടുത്തത് വെൻ ഈസ് വേൾഡ് ഓഷ്യൻ ഡേ ഒബ്സർവ്ഡ് ആൻഡ് വൈ? എന്നാണ് വേൾഡ് ഓഷ്യൻ ഡേ ആചരിക്കുന്നത്? എന്തുകൊണ്ടാണ്? വേൾഡ് ഓഷ്യൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ജൂൺ 8. ജൂൺ 8-നാണ് ടു ക്രിയേറ്റ് അവെയർനെസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻ ആൻഡ് ദിയർ കൺസർവേഷൻ. ഓഷ്യൻ്റെ പ്രാധാന്യവും അതിൻ്റെ സംരക്ഷണത്തെയൊക്കെ കുറിച്ചിട്ട് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ജൂൺ 8-ന് ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തതാണ് പെസിഫിക് ഓഷ്യൻ. പെസിഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെസിഫിക് ഓഷ്യൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഹു നെയ്മഡ് പെസിഫിക് ഓഷ്യൻ ആൻഡ് വൈ? ആരാണ് പെസിഫിക് ഓഷ്യൻ എന്നുള്ള പേര് കൊടുത്തത്? എന്തുകൊണ്ടാണ്? ഫ്രെഡിനാൻഡ് മാഗലാൻ നെയ്മഡ് പെസിഫിക് ഓഷ്യൻ. അപ്പം ഫ്രെഡിനാൻഡ് മാഗലാനാണ് പെസിഫിക് ഓഷ്യൻ എന്നുള്ള പേര് കൊടുത്തത്. ബിക്കോസ് ഇറ്റ് അപ്പിയർ കാം ആൻഡ് പീസ്ഫുൾ. കാരണം എന്താണ്? സമുദ്രം ശാന്തമാണെന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം ആ ഒരു പേര് കൊടുത്തത്. അടുത്തത് മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് പെസിഫിക് ഓഷ്യൻ. പെസിഫിക് ഓഷ്യൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദി പെസിഫിക് ഓഷ്യൻ ഈസ് ദി ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ. ഏറ്റവും വലുതും ആയമേറിയതും ആയിട്ടുള്ള ഓഷ്യനാണ് പെസിഫിക് ഓഷ്യൻ. ഇറ്റ് കവർ 1/3 ഓഫ് എർത്ത് സർഫസ്. അതായത് നമ്മളുടെ ഭൂമിയുടെ സർഫസിൻ്റെ 1/3 കവർ ചെയ്യുന്നത് പെസിഫിക് ഓഷ്യൻ വെച്ചിട്ടാണ്. ഡീപ്പസ്റ്റ് പോയിന്റ് ഈസ് മരിയാന ട്രങ്ക്. മരിയാന ട്രങ്ക് ആണ് അതിലുള്ള ഡീപ്പസ്റ്റ് പോയിന്റ്. മെനി ഐലൻഡ്സ് ആർ ലൊക്കേറ്റഡ്. ഇവിടെ എന്തുണ്ട്? കുറേ ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്തത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ ഫീച്ചേഴ്സ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇറ്റ് ഈസ് എസ് ഷേപ്പ്ഡ്. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? എസ് ആകൃതിയിലാണ്. ആൻഡ് ഹാസ് ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ ദി വേൾഡ്. ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ കടൽപാത ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യനാണ്. അടുത്തത് ഇന്ത്യൻ ഓഷ്യൻ. വൈ ഈസ് ഇന്ത്യൻ ഓഷ്യൻ സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഓഷ്യൻ സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാരണം? ദി ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദി ഓൺലി ഓഷ്യൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി. ഇത് ഒരു രാജ്യത്തിൻ്റെ പേരിലുള്ള ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്ത്യൻ ഓഷ്യൻ ഇൻക്ലൂഡ് അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഇന്ത്യൻ ഓഷ്യനിലാണ് അറേബ്യൻ സീയും ബംഗാൾ ഉൾക്കടലും ഉള്ളത്. ഇറ്റ്സ് ഡീപ്പസ്റ്റ് പാർട്ട് ഈസ് ദി ജാവ ട്രങ്ക്. അതിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാവ ട്രങ്കാണ്. മെനി ഐലൻഡ്സ് ആർ ലൊക്കേറ്റഡ് ഹിയർ. നിരവധി ദ്വീപുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്തത് സൗത്തേൺ ഏഷ്യൻ. സൗത്തേൺ ഏഷ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് അബൌട്ട് സൗത്തേൺ ഏഷ്യൻ. സൗത്തേൺ ഏഷ്യനെ കുറിച്ചിട്ട് പറയാനാണ് പറയുന്നത്. സൗത്തേൺ ഓഷ്യൻ സറൗണ്ട് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കേനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സമുദ്രമാണ് ഇത് സൗത്തേൺ ഏഷ്യൻ. 4th ലാർജസ്റ്റ് ഓഷ്യൻ. ഇത് ലോകത്തിലെ 4ാമത്തെ വലിയ സമുദ്രമാണ്.
അടുത്തത് ആർട്ടിക് ഓഷ്യനെ കുറിച്ചിട്ടാണ്. റൈറ്റ് അബൌട്ട് ആർട്ടിക് ഓഷ്യൻ. ദി ആർട്ടിക് ഓഷ്യൻ ഈസ് ദി സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഷ്യൻ. ലോകത്തിലെ ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രമാണ് ആർട്ടിക് ഓഷ്യൻ. ദി നോർത്ത് പോൾ ഈസ് ലൊക്കേറ്റഡ് ഹിയർ ആൻഡ് ഇറ്റ് റിമെയിൻ ഫ്രോസൺ മോസ്റ്റ് ഓഫ് ദി ഇയർ. ഉത്തര ധ്രുവം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആർട്ടിക് ഓഷ്യനിലാണ്. അതുപോലെ തന്നെ വർഷത്തിലെ അധിക കാലവും ഇത് മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും. അടുത്തത് ഓഷ്യൻ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ വേവ്സ്? എന്താണ് വേവ്സ്? വേവ്സ് ആർ മൂവ്മെൻറ്റ്സ് കോസ്ഡ് ബൈ വിൻഡ് ഓൺ ദി സർഫസ് ഓഫ് ഓഷ്യൻ. ഒരു ഓഷ്യൻ്റെ സർഫസിൽ വിൻഡ് ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റിനെയാണ് വേവ്സ് എന്ന് പറയുന്നത്. കാറ്റ് മൂലം സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങളെയാണ് തിരകൾ അല്ലെങ്കിൽ വേവ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്? എന്താണ് ഹൈ ടൈഡും ലോ ടൈഡും? ദി റൈസിങ് സീ ലെവൽ ഈസ് കോൾഡ് ഹൈ ടൈഡ് ആൻഡ് ഫോളിങ് സീ ലെവൽ ഈസ് കോൾഡ് ലോ ടൈഡ്. കടൽ നിരപ്പ് ഉയരുന്നതിനെ നമ്മൾ ഉയർന്ന തിര അല്ലെങ്കിൽ ഹൈ ടൈഡ് എന്ന് പറയുന്നു. കടൽ നിരപ്പ് താഴ്ന്നു കഴിഞ്ഞാൽ അതിനെ താഴ്ന്ന തിര അല്ലെങ്കിൽ ലോ ടൈഡ് എന്ന് പറയുന്നു. അടുത്തത് വാട്ട് ആർ ഓഷ്യൻ കറൻസ്? എന്താണ് ഓഷ്യൻ കറൻസ്? ഓഷ്യൻ കറൻസ് ആർ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഓഷ്യൻ വാട്ടർ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. അടുത്തത് സലൈനിറ്റിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഈ സീ വാട്ടർ സോൾട്ടി? എന്തുകൊണ്ടാണ് സീ വാട്ടർ ഉപ്പുരസമുള്ളതായത്? സീ വാട്ടർ ഈ സോൾട്ടി ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ എ ലാർജ് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് മിനറൽ സോൾട്ട്. ധാരാളം മിനറൽ സോൾട്ട് ഇതിൽ ലയിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കടൽ വെള്ളം ഉപ്പുള്ളതായത്. അത് ഓഷ്യൻസ് ആൻഡ് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്നാണ്. ഹൗ ഡു ഓഷ്യൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്? എങ്ങനെയാണ് ഓഷ്യൻ മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചത്? ഓഷ്യൻ റെഗുലേറ്റ് ക്ലൈമാറ്റ്. സമുദ്രങ്ങൾ കാലാവസ്ഥ നിയന്ത്രിക്കുന്നു. പ്രൊവൈഡ് ഫുഡ് ആൻഡ് റിസോഴ്സസ്. ഭക്ഷണവും വിഭവങ്ങളും നൽകുന്നു. സപ്പോർട്ട് ട്രാൻസ്പോർട്ട്. ഗതാഗതത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ട്രേഡ് വ്യാപാരത്തിനും ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊമോട്ട് ടൂറിസം വളർത്തുന്നു. പ്രൊഡ്യൂസ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് ഓഷ്യൻ പൊല്യൂഷൻ ആൻഡ് കൺസർവേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. വാട്ട് ഈസ് ഓഷ്യൻ പൊല്യൂഷൻ? എന്താണ് ഓഷ്യൻ പൊല്യൂഷൻ? ഓഷ്യൻ പൊല്യൂഷൻ ഈസ് ദി കണ്ടാമിനേഷൻ ഓഫ് ഓഷ്യൻ ബൈ പ്ലാസ്റ്റിക്, കെമിക്കൽസ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ. പ്ലാസ്റ്റിക്കും കെമിക്കൽസും വേസ്റ്റും വെച്ചിട്ട് ഓഷ്യനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓഷ്യൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ലിസ്റ്റ് വേ ടു കൺസേർവ് ഓഷ്യൻ. ഓഷ്യൻ സംരക്ഷിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? പ്രിവെൻറ്റ് പ്ലാസ്റ്റിക് ആൻഡ് കെമിക്കൽ ഫ്രം റീച്ചിങ് ഓഷ്യൻ. കീപ് കോസ്റ്റ് ക്ലീൻ. ക്രിയേറ്റ് അവയർനെസ് ആൻഡ് കൺട്രോൾ ഓവർ ഫിഷിംഗ്. പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ സമുദ്രത്തിലെത്തുന്നത് തടയുക. തീരങ്ങൾ വൃത്തിയായി സംരക്ഷിക്കുക. ബോധവൽക്കരണം നടത്തുക. അമിത മത്സ്യബന്ധനം നിയന്ത്രിക്കുക. അടുത്തത് വൈ ഷുഡ് ബി കൺസേർവ് ഓഷ്യൻ? എന്തുകൊണ്ടാണ് നമ്മൾ ഓഷ്യനെ കൺസേർവ് ചെയ്യണമെന്ന് പറയുന്നത്? ഓഷ്യൻ സപ്പോർട്ട് ലൈഫ് ഓൺ എർത്ത്. പൊല്യൂഷൻ ആൻഡ് മിസ്യൂസ് ക്യാൻ ഡിസ്ട്രോയ് മറൈൻ ലൈഫ് ആൻഡ് ഡിസ്റ്റർബ് എക്കോളജിക്കൽ ബാലൻസ്. ഭൂമിയിലെ ജീവൻ നിലനിൽക്കാൻ സമുദ്രങ്ങൾ അനിവാര്യമാണ്. മലിനീകരണവും ദുരുപയോഗവും സമുദ്രജീവികളെ നശിപ്പിക്കുകയും പരിസ്ഥിതി സമതുലിതാവസ്ഥ തകർക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് കാണാം. താങ്ക് യു.